വർക്കലയിലെ രണ്ടാം ദിവസം രഞ്ജിലയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായി 11:30 കഫേ ട്രിപ്പിസ് ലൈഫിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. അവിടെ 1 അവർ വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നതുകൊണ്ട് അവരുടെ മറ്റൊരു കഫേയായ ക്ലിഫ് സ്റ്റോറീസിൽ ഞങ്ങൾ ആ ടൈം സ്പെൻഡ് ചെയ്തു. സീറ്റ് റെഡിയായെന്ന് കോൾ വന്നതോടെ ഞങ്ങൾ തിരിച്ച് കഫേ ട്രിപ്പിസ് ലൈഫിലേക്ക് പോയി. ശരിക്കും ഇവിടുത്തെ വ്യൂ എല്ലാം വെയിറ്റിംഗ് ടൈമിന് വർത്ത് ആയിരുന്നു കേട്ടോ. ക്രിസ്മസ് ടൈം ആയിരുന്നതുകൊണ്ട് തന്നെ അവിടെ ഫുള്ളി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചു സമയം ആംബിയൻസ് എല്ലാം ആസ്വദിച്ച് ഞങ്ങൾ അലോക്കേറ്റഡ് സീറ്റിലെത്തി. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവരുടെ മെനുവിൽ. മിൻസ്ഡ് ബീഫിനൊപ്പം ഹുമ്മസും പീറ്റ ബ്രെഡും സെർവ് ചെയ്യുന്ന ഈ സ്റ്റാർട്ടർ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരുന്നു. ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ഒരു ചെറിയ കേക്ക് കട്ടിങ്ങും നടത്തി. കേക്ക് കട്ടിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റംസ് എല്ലാം ടേബിളിലെത്തി. ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒട്ടും റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നില്ല. എല്ലാം വളരെ നല്ലതായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് കുറച്ചധികം സമയം അവിടുത്തെ വ്യൂ എല്ലാം ആസ്വദിച്ചാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. പിന്നീട് വർക്കല ശിവഗിരി സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ നേരെ തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ കയറി. ഏകദേശം 6:30 ഞങ്ങൾ അവിടെ എത്തിയത്. ദേവപത്മം ഹെറിറ്റേജ് സ്റ്റേയുടെ 2 BHK വില്ലയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. ബാഗെല്ലാം റൂമിൽ വെച്ച ശേഷം ഞങ്ങൾ ലുലു മാളിലേക്ക് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഈ മെഗാ എക്സ്പോ കണ്ടപ്പോ അവിടെ ഒന്ന് കയറാമെന്ന് വെച്ചു. ടിക്കറ്റ് എടുത്തത് ശരിക്കും വർത്തായെന്ന് തോന്നിയത് ഈ മെർമെയ്ഡിനെ കണ്ടപ്പോഴാണ്. അവരുടെ ഇന്ററാക്ഷൻ ശരിക്കും അപ്രീഷ്യബിൾ ആയിരുന്നു. അങ്ങോട്ടുള്ള വഴിയിൽ ഒരുപാട് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ആവശ്യമെന്ന് തോന്നിയ ചിലതെല്ലാം വാങ്ങിച്ച് മൊത്തത്തിൽ അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങിയ ശേഷം ഞങ്ങൾ ലുലു മാളിലേക്ക് പോയി. കാണാൻ നല്ല ഭംഗിയുള്ള ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഡെക്കറേഷൻസ് ആയിരുന്നു എല്ലായിടത്തും. ഡിന്നർ സ്പെഷ്യലായി ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിച്ച ഐറ്റംസ് ആണ് കേട്ടോ ഇതെല്ലാം. അങ്ങനെ മതിയാകുവോളം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഈ ട്രിപ്പിലെ 2ാം ദിവസവും ശരിക്കും എൻജോയ് ചെയ്തു.